നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തിരക്ക് നിയന്ത്രണാതീതം. പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളച്ചാട്ടം തുറന്ന് 54 ദിവസമായതോടെ വരുമാനം 1 കോടി രൂപ. കൊല്ലം കല്ലുംതാഴത്ത് ദേശീയപാതയും സർവീസ് റോഡും തുറക്കുന്നത് വൈകും. ഉയരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. എങ്ങുമെത്താതെ സർവീസ് റോഡിന്റെ നിർമ്മാണം. തേവലക്കര അരനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചനയുള്ളത്. കൊമ്പൻ മീശയും കുടവയറുമുള്ള മഹാബലി വേണ്ടെന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രമേയം. 14ാം ഡിവിഷനിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം മണികണ്ഠനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം സർക്കാരിന് കൈമാറും. വിശദമായ വാർത്തകളിലേക്ക്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കുളിക്കുന്നതിന് വൻ തിരക്ക് അനുഭവപ്പെട്ടതോടെയാണ് നിയന്ത്രണങ്ങൾ വനം വകുപ്പ് കർശനമാക്കിയത്. വെള്ളച്ചാട്ടം തുറന്ന് 54 ദിവസമായതോടെ 1 കോടി രൂപയാണ് വരുമാനം. വനം റേഞ്ചിലെ വെള്ളച്ചാട്ടമായ പാലരുവിയിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ വനം വകുപ്പ് നിയന്ത്രണങ്ങൾ കർശനമാക്കി. മെയ് 25-ന് തുറന്ന പാലരുവി വെള്ളച്ചാട്ടത്തിൽ 53 ദിവസം പിന്നിട്ട കഴിഞ്ഞ ദിവസം വരെ 18% നികുതി ഉൾപ്പെടെ 99.33 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചു. ശരാശരി ദിവസം 1.80 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇവിടെ ലഭിക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ കുളിക്കാനെത്തിയത് 1,06,899 പേർ. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഒരാൾക്ക് പ്രവേശന ഫീസ് 85 രൂപയാണ്. തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടത്തിലും തിരക്കുണ്ട്. ഇവിടെ കുളിക്കാൻ കഴിയാതെ നിരാശരാകുന്നവരും പാലരുവിയിലേക്ക് വരുന്നുണ്ട്. തമിഴ്നാട്ടുകാരിൽ ചിലർ എല്ലാ സീസണിലും പാലരുവിയിലെ വെള്ളം കുടത്തിൽ ശേഖരിച്ച വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. അച്ചൻകോവിൽ വനം റേഞ്ചിലെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും തുറന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ കുറവുള്ളപ്പോൾ മണലാർ വെള്ളച്ചാട്ടം അടച്ചിടും. ആര്യങ്കാവിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനുള്ളിലെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. പാലരുവി പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം വനം വകുപ്പ്, KSRTC എന്നിവയുടെ വാഹനങ്ങളിലാണ് കടത്തിവിടുക. തിരക്ക് വർദ്ധിച്ചതോടെയാണ് KSRTCയുടെ 3 ബസ്സുകൾ ഒന്നിന് 1000 രൂപ ദിവസവാടക നിരക്കിൽ ഓടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 51 ടീമുകൾക്ക് ഫുട്ബോൾ വിതരണം ചെയ്തു. ലഹരിയുടെ വല പൊട്ടിക്കാം, ജീവിത ലക്ഷ്യത്തിലേക്ക് ഗോൾ നേടാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫുട്ബോൾ വിതരണം ചെയ്തത്. ടൗൺ മൈതാനിയിൽ OCVയുടെ സഹകരണത്തോടെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഫൈനൽ മത്സരവും പ്രദർശിപ്പിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ലഹരിയുടെ വല പൊട്ടിക്കാം, ജീവിത ലക്ഷ്യത്തിലേക്ക് ഗോൾ നേടാം എന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ വിതരണം സംഘടിപ്പിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 51 ടീമുകൾക്കാണ് ഫുട്ബോളുകൾ വിതരണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് OCVയുടെ സഹകരണത്തോടെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഫൈനൽ പ്രദർശനവും സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഫുട്ബോൾ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തെ പിന്തുണച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വലിയ വിഷമതകളുള്ള, തീരാ ദുഃഖങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ ജീവിത വിജയത്തിനായി പോകേണ്ട, കുതിക്കേണ്ട ഒരു ചെറുപ്പം, ആ ചെറുപ്പ കാലഘട്ടം നമ്മളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടു പോകുന്ന ധാരാളം ഹസ്തങ്ങളുണ്ട്. ലഹരി മാഫിയ എന്ന് പറയുന്ന ആ ഭീകരമായ സ്വത്വത്തിനെ നമുക്ക് അടിച്ചമർത്തി ഈ ഭൂമിയിൽ നിന്നും നിഷ്കാസം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. വൈസ് പ്രസിഡന്റ് മുബീന നാസിം സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ B സെവന്തികുമാരി,
ലീന പ്രവീൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻസൈം കബീർ, BS വിനോദ്, മിനി പൊന്നൻ, ജയകുമാരി, ലിസ ഓമനക്കുട്ടൻ, ശ്രീരാജ്, സിറാജ് ടി, O തങ്കപ്പൻ, ജനാർദ്ദനൻ പിള്ള, രാമചന്ദ്രൻ പിള്ള, CDS ചെയർപേഴ്സൺ സുജാ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ജീവിതത്തിലെ ദുരിതപർവത്തിന് താൽക്കാലിക ആശ്വാസമായി കുടുംബത്തിന് വീടൊരുക്കി. പന്മന സ്വദേശി മുരളിക്കും കുടുംബത്തിനുമാണ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഇടപെടലിൽ അടച്ചുറപ്പുള്ള വീട് ലഭിച്ചത്. 1 വർഷം മുമ്പ് മുരളിയുടെ മകന്റെ മരണത്തിന് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ദുരവസ്ഥ ഷിബു ബേബി ജോൺ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. മുരളിയും കുടുംബവും ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചത് അടച്ചുറപ്പുള്ള ഒരു വീടാണ്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. എന്നാൽ ചില വിഷമങ്ങൾ വീണ്ടും ബാക്കി. മന്ത്രി ഷിബു ബേബി ജോൺ വാക്കുപാലിച്ചതോടെയാണ് പന്മന കളരി സ്വദേശിയായ മുരളിക്കും കുടുംബത്തിനും വീട് ലഭിച്ചത്. മന്ത്രിയുടെ സുഹൃത്ത് പ്രവാസിയായ കോട്ടയം സ്വദേശി സൈമനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 29 വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഷീറ്റ് പാകിയ വീട്ടിലായിരുന്നു താമസം. ജനലരികൾ മറച്ചിരുന്നതാകട്ടെ തുണിക്കഷ്ണം കൊണ്ട്. അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ. ഇതിനിടെ ഇളയ മകൻ ശരത്ത് 1 വർഷം മുമ്പ് രോഗബാധിതനായി മരിച്ചു. ഇവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായാണ് മന്ത്രി ഷിബു ബേബി ജോൺ എത്തിയത്. വീടിന്റെ ദുരവസ്ഥ കണ്ട അദ്ദേഹം മുൻകൈയെടുത്തു. അവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനവും എടുത്തു. കഴിഞ്ഞ ജനുവരി 29-ന് വീടിന് തറക്കല്ലിട്ടു. മരംകയറ്റ തൊഴിലാളിയായ മുരളി മരത്തിൽ നിന്ന് വീണ നട്ടെല്ലിന് ക്ഷതമേറ്റതിനാൽ ഉപജീവന മാർഗം ഇല്ലാതായി. മൂത്ത മകൻ സന്തുവിന് കൂലിവേല ചെയ്ത് ലഭിക്കുന്നതാണ് ഏക വരുമാനം. വീട് പൊളിച്ചു നീക്കി അവിടെ നല്ലൊരു വീട് നിർമ്മിക്കുകയായിരുന്നു മരിച്ച ശരത്തിന്റെ ആഗ്രഹം. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ അവനില്ലല്ലോ എന്ന സങ്കടമാണ് ഇപ്പോൾ മുരളിക്കും ഭാര്യ അംബികയ്ക്കുമുള്ളത്. അതുപോലെയാണ് ഇവിടുത്തെ ജനങ്ങളെ മുമ്പിൽ എൻ്റെ മോൻ എല്ലാവരോടും ഉള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒന്നും ഇല്ലാത്ത രീതിയല്ല. അവരാര് പറഞ്ഞാലും അവരുടെ കൂട്ടത്തിൽ ചാടി പിടിക്കുന്നു പോകും. ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മന് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടപ്പെട്ട എല്ലാവരും സഹായത്തിനും പിന്നെ കാശിൻ്റെ കാര്യത്തിനും ആയാലും എല്ലാ ഇതെല്ലാം ഉണ്ട്. ഇപ്പം അങ്ങനെയാണ് സിവിൽ സാറ് വന്ന് ഇത് കണ്ട് പിടിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു വീടിൻ്റെ കാര്യത്തിന് ഇത് ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. മോന് ഇവിടുന്ന് ജോലിക്ക് പോയതായിരുന്നു. പോയ പോക്കിലായിരുന്നു ഇങ്ങനെ വീണെടുക്കുന്ന ആശുപത്രി കൊണ്ടുപോയത്. അറ്റാക്ക് വന്ന് കൊണ്ടുപോയാന്ന് പറഞ്ഞ ഞങ്ങൾ അറിയുന്ന അന്ന് വൈകിട്ടാ. അതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല. വലിയ ആശുപത്രി 5-6 ദിവസം കിടന്നു. അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജിൽ മരിച്ച കൊണ്ടുവരുന്നത്. അന്ന് വീടില്ലായിരുന്നു. അന്ന് ശിവസാറും കൂടെ മോൻ്റെ ബോഡി കാണാൻ വന്നപ്പോഴായിരുന്നു ഈ വീട് വന്ന് കണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീട് എനിക്ക് പൊളിച്ച് പിന്നെ മെയിൻ്റനൻസ് ചെയ്യാനൊക്കത്തില്ല. അത് മൊത്തം ഇടിഞ്ഞ് വാരിയിരിക്കുക. പൊളിച്ച് പോയി നല്ലൊരു വീട് വെച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അല്ലാണ്ട് അത് മൊത്തം ഇടിഞ്ഞ് വാരിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറിന്റെ സഹായം കൊണ്ട് വീട് വെച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. പറഞ്ഞപ്പോൾ ഞാനൊന്നൊരു നിമിത്തമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങളിലാണ് എനിക്ക് കുറച്ചു നാളായി പരിചയമുള്ള അമേരിക്കയിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറിയ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ജോസ്മോൻ വഴി ഈ പദ്ധതി കോട്ടയത്ത് നടപ്പിലാക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അന്നേരം തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. തുറന്ന മനസ്സോടുകൂടി തന്നെ കോട്ടയത്തുള്ള പദ്ധതിയുടെ ഒരു വീട് ഇങ്ങനൊരു അവസ്ഥയിൽ കഴിയുന്നവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് തീരുമാനമെടുത്തതും ജോസ്മോനെ അത് ചുമതലപ്പെടുത്തിയതും. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ജോസ്മോൻ യഥാർത്ഥത്തിൽ കോട്ടയത്ത് അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടർച്ചയായി വിജയിക്കുന്ന ഒരാൾ ഇത്രയും താല്പര്യമെടുത്ത് നമ്മുടെ നാട്ടിൽ വന്ന പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഞാനൊരു നിമിത്തമായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ സോമൻ, ഞാൻ സോമൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ സോമൻ ചേട്ടനോടുള്ള കടപ്പാട് ഈ സന്ദർഭത്തിൽ ഈ നാടിനു വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി,
ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഐ ജയലക്ഷ്മി, ആർ അരുൺരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീമ തങ്കച്ചി, അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, ആർ ജയകുമാർ, സി പി സുധീഷ് കുമാർ, അൻവർ കാട്ടിൽ, താജ് പൂരൂക്കര, ജോസ്മോൻ കോട്ടയം, പാലോട് രമേശ് ബാബു, മനോജ് മോൻ, നിതിൻ കളരി, മഹേഷ് ഗീതാഞ്ജലി, അൻസാരി മാനാമ്പറ, ബിലാൽ പനക്കാട്, ഷീല, വിജയദാസൻ, ഷിബു കളരി, അനീഷ് കളരി തുടങ്ങിയവർ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം കല്ലുംതാഴത്ത് ദേശീയപാതയും സർവീസ് റോഡും തുറക്കുന്നത് വൈകും. ഉയരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സർവീസ് റോഡിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കല്ലുംതാഴത്തെ റോഡടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകുമെന്നായിരുന്നു അന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. റെയിൽവേ ലൈനിന് മുകളിൽ ആർച്ച് പാലം സ്ഥാപിച്ചെങ്കിലും ഉയരപാത ഇതിൽ കൂട്ടിമുട്ടിച്ചിട്ടില്ല. റോഡ് അടച്ചതോടെ കിലോമീറ്ററുകൾ ചുറ്റിയാണ് വാഹനയാത്രികർ കല്ലുംതാഴത്തേക്ക് എത്തുന്നത്. പാൽക്കുളങ്ങര കഴിയുമ്പോഴുള്ള ലെവൽ ക്രോസ് അടച്ചാൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും. അടുത്തിടെ ഇടുങ്ങിയ റോഡിൽ അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ വന്ന 9ാം ക്ലാസ്സുകാരൻ ടിപ്പറിനടിയിൽപ്പെട്ട് മരിച്ച സംഭവമുണ്ടായി. അന്ന് പ്രതിഷേധമുണ്ടായപ്പോൾ റോഡ് ഉടൻ തുറന്നു നൽകുമെന്നാണ് അധികൃതർ പറഞ്ഞത്. അയത്തിൽ നിന്ന് കല്ലുംതാഴം ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് റെയിൽവേ ലൈനിന് അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടെയും മേൽപ്പാലം നിർമ്മിക്കേണ്ടി വരും. ഉയരപാത സർവീസിനായി തുറന്നു കൊടുത്താലും കല്ലുംതാഴത്ത് പോകേണ്ടവർക്ക് നിലവിലെ ലെവൽ ക്രോസ് കടന്നു മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. കല്ലുംതാഴയിൽ ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ജില്ലാ കളക്ടർ പറയുന്നത് നിലവിലുള്ള ദേശീയപാത 6 വരിപ്പാതാക്കുന്നതിന് വേണ്ടി റെയിൽ ROB വെച്ചിട്ടുണ്ട്. ആ ROBയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം ഫില്ല് ചെയ്ത് ദേശീയപാത സംവിധാനം ഒരുക്കും എന്നാണ് പറയുന്നത്. കല്ലുംതാഴയിലെ പ്രധാന പ്രശ്നം അതല്ല. കല്ലുംതാഴയിൽ ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുമില്ല. മൺമതിൽ വേണ്ടെന്നോ ഒന്നും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കല്ലുംതാഴ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും ഈ ദേശീയപാത പരിശോധിച്ചാൽ സർവീസ് റോഡുകൾ പ്രാദേശിക ആളുകൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ളത്. കല്ലുംതാഴയിൽ വരുമ്പോൾ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. കടവൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അയത്തിലേക്കോ, അയത്തിൽ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കല്ലുംതാഴയിലേക്കോ തിരിച്ചും മറിച്ചും വരാൻ കഴിയാത്ത വണ്ണം കല്ലുംതാഴം ROBയുടെ താഴെ കിടക്കുന്ന 3 റെയിൽവേ ലൈനുകൾ അവിടെ വെച്ച് നിൽക്കുകയാണ് 2 സർവീസ് റോഡ്. ഈ സർവീസ് റോഡുകൾ ഇല്ല എങ്കിൽ കൊല്ലം പട്ടണത്തിന്റെ കിഴക്കേ ഭാഗം ഒരു കാലഘട്ടത്തിൽ കൊച്ചമേരിക്ക എന്ന് വിഖ്യാതി നേടിയ കിളിയല്ലൂരിന്റെ ആസ്ഥാനമാണ് കല്ലുംതാഴം. ആ കല്ലുംതാഴയിൽ വ്യവസായ സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ, ആ കല്ലുംതാഴയിൽ വന്ന ആളുകൾ ഇറങ്ങിയതിന് ശേഷമാണ് മെഡിസിറ്റിയിലേക്ക് പോകുന്നത്. ഉയരപ്പാതയുടെ നിർമ്മാണം വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. ആറിവാൾ സ്ഥാപിച്ച് മണ്ണിട്ട് നിറയ്ക്കുന്ന ജോലികൾ പോലും നടന്നിട്ടില്ല. റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് വീണ്ടും MDMA വേട്ട. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6 ഗ്രാം MDMAയുമായി ടെക്നോ പാർക്കിലെ ജീവനക്കാരൻ പിടിയിൽ. തിരുവനന്തപുരം വെള്ളിയൂർ സ്വദേശി ജിജോ CG രാജാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു? കള്ളം പറയാതെ നമുക്കറിയാമല്ലോ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ. കൊല്ലത്ത് 6 ഗ്രാം MDMAയുമായാണ് യുവാവ് പിടിയിലായത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് MDMA കണ്ടെടുക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം വെള്ളിയൂർ സ്വദേശി ജിജോ CG രാജാണ് പിടിയിലായത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് ഇയാൾ. ചെറുപൊതികളിലാക്കി വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്നാണ് പോലീസിന്റെ സംശയം. ഇയാളിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഇയാൾ ഇതിനു മുമ്പും ബംഗളൂരുവിൽ നിന്നും MDMA കടത്തിയിട്ടുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തേവലക്കര അരിനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. ശക്തമായ ഒഴുക്കിൽ കല്ലട ഡാമിൽ നിന്ന് മുതല എത്തിയതാകാമെന്നാണ് നിഗമനം. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അരിനെല്ലൂർ തെക്ക് 8ാം വാർഡിലെ ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. കായലിന്റെ തീരത്തെ കുറ്റിക്കാടുകൾക്കിടയിൽ വെയിൽ കായുന്ന 5 അടിയോളം നീളമുള്ള മുതലയെയാണ് പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ ക്രിസ്റ്റി ബോയി കണ്ടത്. സംശയം തോന്നിയ ഇദ്ദേഹം വാഹനം നിർത്തിയിറങ്ങി അതിനടുത്ത് നടന്നെത്തിയപ്പോഴേക്കും മുതല കായലിലേക്ക് ഇഴഞ്ഞുപോയി. ഉടൻ തന്നെ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും വിവരം അറിയിച്ചു. അപ്പം ഞാൻ ഈ കല്ല് കട്ടയുമായിട്ട് ഈ റോഡിൽ കൂടെ പോവുക. റോഡിൽ കൂടെ പോകുന്ന സമയത്ത് രണ്ട് വണ്ടി കട്ടയടിച്ച് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തത്. അപ്പോൾ എനിക്ക് അവിടെ തിരക്കുമുണ്ട്.
അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കട്ട പെട്ടെന്ന് ചെല്ലണം. ഇന്നിച്ചിരി സ്പീഡിലാണ് പോയത്. സ്പീഡിൽ പോയ സമയത്താണ് ഇത് കണ്ടത്. എങ്കിലും ഇത് കണ്ട സ്ഥിതിക്ക് നമുക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു 50 മീറ്റർ ദൂരമാണ് വണ്ടി കൊണ്ട് നിർത്തിയത്. അവിടെ നിർത്താൻ വന്നതല്ലല്ലോ ഇവിടെ. അവിടെ നിന്ന് ഓടി വന്ന് ഈ വാലും തലയും എല്ലാം കറക്റ്റ് കണ്ട്. കാപ്പിപ്പൊടി കളറാണ് ഇതിൻ്റെ കളറ്, തലയുടെ കളറ്. അപ്പോൾ അങ്ങനെ തിരിച്ചോടി വന്നപ്പോഴത്തെ ഈ ചപ്പലിൻ്റെ സൗണ്ട് കൊണ്ട് ഇവൻ അവിടെ നിന്ന് അനങ്ങി തുടങ്ങി. അനങ്ങി കിടന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് വാല് കണ്ട് ചാടി വെള്ളത്തിൽ ഇപ്പോൾ അവിടെ വിളിക്കുമെന്നും പറഞ്ഞ് നല്ല സൗണ്ടിലാണ് ഈ വെള്ളത്തിൽ വീണ് പോയത്. പക്ഷേ ഫുള്ള് കാണാൻ പറ്റിയില്ല. പക്ഷേ അതേ സമയത്തൊരു മൊബൈല് ഫോട്ടോ എടുക്കാൻ പറ്റിയാലും നമുക്കത് സാഹചര്യം കിട്ടുന്നില്ല. അത് എപ്പോഴത്തെ ചാടിക്കഴിഞ്ഞ് പിന്നെ എത്രയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് വലുതുമാണ്. ഏകദേശം ഇത്രയും വലപ്പം വരും ആ തലയ്ക്ക്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഈ അയലുകാരെ എല്ലാം അറിയിച്ചിട്ട് പിന്നെ അറിയാവുന്ന നമ്പറിലൊക്കെ പറയുക ഇനിയുള്ളൊരു സംഭവമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അതിനകത്ത് ചിലർ ഉൾക്കൊള്ളും, ചിലർ അതൊക്കെ വെറുതെ പറയാം. അപ്പം നമുക്കതൊരു ടെൻഷനായി. അതെന്താ ഇതിനാവശ്യം നമുക്കില്ലായിരുന്നു എന്ന് ചിന്തിച്ച്. പക്ഷേ ജനങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു അമേരിക്കയിൽ നിന്നൊരു കോൾ വന്നു. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളാരായി? നമ്മളീ കണ്ട ആളാരായി? നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ അവർ നിരസിക്കുന്ന രീതിയിൽ വേറെ രീതിയിൽ വർത്തമാനം പറയുമ്പോഴേ നമുക്കിതിനകത്ത് പ്രതിഫലം എന്തുവാ? പിന്നെ ജനങ്ങൾക്ക് മറ്റു കുഴപ്പമുണ്ടായിരിക്കും വേണ്ടി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റിൽ നാൾ വന്ന് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, വെള്ളത്തിലൊന്നും വലിയ ശല്യം വരത്തില്ല, അത് ഇറങ്ങിപ്പോയി. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം പഞ്ചായത്തിൽ നിന്നും പിന്നെ ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, വെള്ളത്തിൽ ശല്യം ഉണ്ടാകത്തില്ല. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ മേഖലയത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് കായലിൽ പോയി പണി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പേടി കാണുമല്ലോ. അതേസമയത്ത് കരയാണെങ്കിൽ കരയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കണ്ടപ്പോഴേ പിന്നെ ആൾക്കാരെല്ലാം അവർ പേടിയാണെന്നല്ലോ പുറത്തോട്ട് ഇറങ്ങുന്നതിന്. അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ അറിവുകൊണ്ട് നമ്മളിത് കണ്ടതുകൊണ്ട് നമ്മൾ പറഞ്ഞു. സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. ശക്തമായ ഒഴുക്കിൽ കല്ലടയാർ ഡാമിൽ നിന്ന് മുതല ഇവിടേക്ക് വന്നതാകാം എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. രാത്രികാലത്ത് ആരും കായൽ തീരത്തേക്ക് പോകരുതെന്നും വളർത്തുമൃഗങ്ങളെ തനിച്ച് കെട്ടിയിടരുതെന്നും നിർദ്ദേശം നൽകി. നിരവധി മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്ന കായലാണിത്. മുതലയെ കായലിന് സമീപത്ത് കണ്ടാൽ വിവരം അറിയിക്കണമെന്ന് കോന്നി വനംവകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി 29ാം ഘട്ടം വിതരണം ചെയ്തു. കൊല്ലം പാരിപ്പള്ളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം എന്നിവയും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശത്തിന്റെ 29ാം ഘട്ടം വിതരണം ചെയ്തു. പാരിപ്പള്ളി യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ പാരിപ്പള്ളി ജംഗ്ഷനിലായിരുന്നു പരിപാടി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അസൂയോടുകൂടിയാണ് സത്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന ഈ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു. ഇവിടെ ശ്രീ രാജൻകുറുപ്പും ശ്രീ ദേവരാജനും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറയുകയുണ്ടായി, നാമമാത്രമായ തുകയാണ് പ്രതിമാസം ഈ പദ്ധതിയിലേക്ക് അടക്കേണ്ടി വരുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യാപാര കുടുംബത്തിൽപ്പെട്ട അംഗത്വമുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നേരിയ ഒരു ചെറിയ തുക എടുത്ത് സഞ്ചിത നിധിയിലുള്ള ഫണ്ട് കൂടി വിനിയോഗിച്ചിട്ടാണ് ഈ 10 ലക്ഷം രൂപ ഒരു വ്യാപാര കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, 5 പേർക്ക് 5 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ക്രമത്തിൽ 50 ലക്ഷം രൂപയാണ് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ആ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്നത് കൂടി ഈ സമിതിയെ നല്ലതുപോലെ അടുത്തറിയുന്ന ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചരിത്രം, ഈ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിന്റെ സാമൂഹ്യ സംഘടനാ രംഗത്ത്, സംഘടനാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ചരിത്രമാണ് സംഘടനാ ചരിത്രം. ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് G രാജൻകുറുപ്പ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി. BB ഗോപകുമാർ MLA വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. പാരിപ്പള്ളി SI വിഷ്ണു സജീവ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. S വിജയൻ, A അൻസാരി, B പ്രമാനന്ദ, KS ബിനു, അഡ്വക്കേറ്റ് SR അനിൽകുമാർ, അഡ്വക്കേറ്റ് SS സിമ്മിലാൽ, G, BS ജയൻ, D സുഭദ്രാമ,
MA സത്താർ, ശാന്ത മോഹൻ, വിഷ്ണു BS, ബേബി മോഹൻ, ലജിത വിനയൻ, മായാദേവി P, ആലപ്പാട്ട് ശശി, അജിൽ കാഞ്ഞിരമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ സംഘടന അതിന്റെ 29ാമത് ഘട്ടമായി MA സൂചിപ്പിച്ചതുപോലെ 14.5 കോടി രൂപ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കുവാൻ കാണിച്ച സംഘടനയുടെ ഒരു വലിയ തീരുമാനം. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും കരുത്ത് എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് ഒരു വിഷമമുണ്ടാകുമ്പോൾ, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും കരുത്തുറ്റ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നിവിടെ നടത്തി. കേരളത്തിൽ ഏറ്റവും അധികം അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം, അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ പോയിട്ടുള്ളൊരു പ്രസ്ഥാനം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണകൂടങ്ങൾ ഈ സംഘടനയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ സംഘടനയുടെ അംഗങ്ങൾക്ക് വേണ്ടി സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ അതിനെ അടിച്ചൊതുക്കാനുള്ള പലഘട്ട തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത്തരം ഭീഷണികൾക്കൊന്നും തളരാതെ പ്രസ്ഥാനത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു വലിയ ജനസമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആ സംഘടന ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ മുന്നോട്ട് പോയ ഒരു അനുഭവമാണ് കേരളത്തിൽ സംഘടനയ്ക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഹാബലിയെ കോമാളിയാക്കണ്ട. കൊമ്പൻ മീശയും കുടവയറുമുള്ള മഹാബലി വേണ്ടെന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രമേയം. 14ാം ഡിവിഷനിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം മണികണ്ഠനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അവബോധം വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തും. പ്രമേയം പാസാക്കി സർക്കാരിന് കൈമാറി. മഹാബലിയെ ഇനി കോമാളിയാക്കേണ്ടതില്ല. കൊമ്പൻ മീശയും കുടവയറും ഉണ്ടക്കണ്ണുമുള്ള കോമാളി മഹാബലിയല്ല യഥാർത്ഥ മഹാബലി എന്നാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ 14ാം ഡിവിഷൻ അംഗം മുസ്ലിം ലീഗിലെ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചു. ഓണക്കാലത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതും അല്ലാത്തതുമായ മഹാബലി ചിത്രങ്ങൾക്ക് കൊമ്പൻ മീശയും കുടവയറും വേണ്ട. പുരാണങ്ങളിലെയും പൗരാണിക എൻസൈക്ലോപീഡിയയിലെയും മഹാബലി പരാമർശങ്ങളിൽ കുടവയറോ കൊമ്പൻ മീശയോ ഉണ്ടക്കണ്ണുകളോ മഹാബലിക്ക് ഉള്ളതായി സൂചനയില്ലെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ രാജാവിനെ പോലെ ആരോഗ്യ ദൃഢഗാത്രനായ മഹാബലിയെയാണ് വേണ്ടതെന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രമേയത്തിൽ പറയുന്നു. ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കാൻ കാരണം 4 ആൾ കൂടുന്നിടത്തൊക്കെ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് കല്യാണ വീടുകളിൽ അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ആൾക്കാർ ഓണക്കാലവുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലാണെങ്കിൽ ഈ മഹാബലിയുടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഉണ്ടക്കണ്ണും കുടവയറും കൊമ്പൻ മീശയുമുള്ള ചിത്രങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധിച്ചിരുന്നു, അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചിത്രം അനുയോജ്യമല്ല എന്നും അനുയോജ്യമായൊരു മഹാബലി ചിത്രം ആരെങ്കിലും എന്നെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അഭിപ്രായപ്പെട്ടവരിൽ ഒരാളാണ് ഞാൻ ജനപ്രതിനിധിയായി ചവറ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതികരിച്ച അവസരത്തിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആഗ്രഹം പലപ്പോഴും അവരെന്നെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഓർമ്മപ്പെടുത്തലുകളും ആഗ്രഹങ്ങളും ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അനുയോജ്യമായ മഹാബലി ചിത്രം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ, പ്രചരിപ്പിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷണാർത്ഥം ഒരു പ്രമേയം കൊണ്ടുവന്നതാണ്. പ്രമേയം അംഗീകരിച്ച ബ്ലോക്ക് ഭരണസമിതി അനുയോജ്യമായ ശരീരഭാഷയോടെയുള്ള മഹാബലി ചിത്രം സ്വീകരിച്ച് പ്രചരിപ്പിക്കാനും തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ അവബോധം വളർത്തും. സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരെയും ഇക്കാര്യം അറിയിക്കാനും തീരുമാനിച്ചു. എന്തായാലും ഇക്കുറി ഓണക്കാലം വരുന്നതിന് മുമ്പ് തന്നെ മാവേലിയുടെ രൂപം ചർച്ചയായിട്ടുണ്ട്. പുതിയ രൂപത്തിൽ മാവേലി പുനരവതരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രതിസന്ധിയിലായ നാളികേര കർഷകരെ സംരക്ഷിക്കണമെന്ന് കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപകമായ ശല്യം കാരണം കർഷകർ ദുരിതത്തിലാണെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഓണാട്ടുകരയിലെ പ്രധാന നാണ്യവിളയായ നാളികേരത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ തടയാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന്
കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നാളികേര കൃഷിക്ക് ശല്യമായി മാറുന്ന ചെമ്പൻചെല്ലി ആക്രമണം, കാറ്റുവീഴ്ച, മഞ്ഞളിപ്പ് രോഗം, മണ്ടരി എന്നിവയുടെയും ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപകമായ ശല്യം കാരണം കൃഷിക്കാർ ദുരിതത്തിലാണെന്നും കൺവെൻഷൻ ഓർമ്മിപ്പിച്ചു. ഇടവിള കൃഷിയും പ്രതിസന്ധിയിലാണ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് സത്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, വിജ്ഞാപനം വന്നത്, അപ്പോൾ ഏറ്റവും വലിയ ജനകീയ പോരാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം ഒരു ഉത്തരവേ ഉള്ളൂ, അത് തെരഞ്ഞെടുപ്പാണ്. പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ ജനാധിപത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കർഷക പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ കാണാൻ പറ്റും. ടി രാജീവ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബി സജീവൻ ആമുഖ പ്രഭാഷണം നടത്തി. ടി എൻ വിജയകൃഷ്ണൻ, ആർ മുരളീധരൻ പിള്ള, വി വിജയൻ പിള്ള, ദീപ്തി രവീന്ദ്രൻ, എൻ സി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. എഴുകോൺ SHOയെ ബൈക്കിടിച്ച് വീഴ്ത്തിയ പ്രതികൾ പിടിയിൽ. പത്തനാപുരം മഞ്ഞക്കാല സ്വദേശികളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ പുലർച്ചെ എഴുകോൺ ചീരങ്കാവിലായിരുന്നു സംഭവം. തെറ്റായ ദിശയിൽ ബൈക്ക് ഓടിച്ചു വന്ന യുവാക്കൾ SHOയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പെട്രോളിംഗിനിടെ CIയെ ബൈക്കിടിച്ചു വീഴ്ത്തിയ പ്രതികൾ എഴുകോൺ പോലീസിന്റെ പിടിയിലായി. എഴുകോൺ CI VM ശ്രീകുമാറിനെയാണ് കഴിഞ്ഞ ദിവസം ബൈക്കിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പത്തനാപുരം മഞ്ഞക്കാല പുത്തൻവിള വീട്ടിൽ നന്ദു, TT ഹൌസിൽ ടിനു എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെ 1:30 എഴുകോൺ ചീരങ്കാവ് ബാറിന് സമീപമാണ് സംഭവം. ഒരു സ്ത്രീയും പുരുഷനും മദ്യപിച്ച് ബാറിന് സമീപം കിടക്കുന്നുവെന്ന വിവരം അന്വേഷിക്കാൻ എത്തിയതായിരുന്നു CIയും സംഘവും. ഇതേസമയം തെറ്റായ ദിശയിൽ ബൈക്ക് ഓടിച്ചു വന്ന പ്രതികൾ CI ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പ്രതികളെ ഉടൻ തന്നെ പിടികൂടി. CI ശ്രീകുമാർ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരക്ക് നിയന്ത്രണാതീതം. പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളച്ചാട്ടം തുറന്ന് 54 ദിവസമായതോടെ വരുമാനം 1 കോടി രൂപ. കൊല്ലം കല്ലുംതാഴത്ത് ദേശീയപാതയും സർവീസ് റോഡും തുറക്കുന്നത് വൈകും. ഉയരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. എങ്ങുമെത്താതെ സർവീസ് റോഡിന്റെ നിർമ്മാണം. തേവലക്കര അരനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചനയുള്ളത്. കൊമ്പൻ മീശയും കുടവയറുമുള്ള മഹാബലി വേണ്ടെന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രമേയം. 14ാം ഡിവിഷനിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം മണികണ്ഠനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം സർക്കാരിന് കൈമാറും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.